സ്റ്റൈലിൽ ഒരു മിനിമൽ ലുക്കാണ് ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്കൊരു ഡിസൈനർ ഫീലും കൂടെ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ലുക്ക്. ആൻഡ് ഇത് നമുക്ക് നല്ല രസമുള്ള ഒരു പ്ലേസ്മെന്റ് എംബ്രോയിഡറി വന്നിട്ടുണ്ട്. ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത്. സോ ഇറ്റ്സ് എ കോൺട്രാസ്റ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഈ ഒരു കച്ചിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഒരു ലുക്കാണ് എംബ്രോയിഡറിക്കകത്ത് കൊടുത്തേക്കുന്നത് വിത്ത് ഫ്ലോറൽ ഡീറ്റെയിലിംഗ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ഇസ് ലിറ്റിൽ ഡിഫറെൻറ്റ്. അതിൻ്റെ പ്ലേസ്മെൻറ്റും ഭയങ്കര രസമായിട്ടാണ് ചേട്ടാ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഫ്രണ്ട് പാനലിൻ്റെ അകത്ത് ഈ ഒരു ഷോൾഡർ ടോൺ വരേക്കും നമ്മൾ അതിൻ്റെ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഒരു വി ഷേപ്പിൽ വന്നിട്ടാണ് അതിൻ്റെ ഒരു എംബ്രോയിഡറി. അപ്പോൾ കുറച്ചൊരു എഡ്ജി ഫീൽ, ഒരു ആംഗുലർ ഫീലും കൂടി അറ്റ് ദ സെയിം ടൈം വന്നിട്ടുണ്ട്. ദ ഫുൾ ഫാബ്രിക് ഇറ്റ്സെൽഫ് മിറർ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ മിറർ വർക്ക് അല്ല, ഒരു സീക്വൻസ് വെച്ചിട്ട് മിററിൻ്റെ ലുക്ക് കൊടുത്തിട്ടുള്ള ഒരു ലുക്കാണ്. ആൻഡ് എ ലൈൻ പാറ്റേണിൽ ലോ പോർഷനിൽ എ ലൈൻ ആൻഡ് യോ കട്ടിങ് വിത്ത് പ്രിൻസസ് ലുക്കിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തേക്കുന്നത്. നമ്മൾ അതിൻ്റെ അകത്ത് സിപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫിറ്റിംഗ് കിട്ടാനായിട്ട് എനിക്ക് എപ്പോഴും ഇഷ്ടം സിപ്പേഴ്സ് വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഫിറ്റഡ് ആയിട്ട് വെയർ ചെയ്യാനും പറ്റും, കൺവീനിയൻ്റ് ആയിട്ട് വെയർ ചെയ്യാനും പറ്റും. ഒരു നൈസ് വൈഡ് വി, കർവ്ഡ് വി വിത്ത് എ ലിറ്റിൽ പോട്ട്ലി ഡീറ്റെയിൽ. പോട്ട്ലീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ത്രെഡ് കളറൊക്കെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എനിക്ക് ആ ഒരു മ്യൂട്ടഡ് ഷെയ്ഡ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആ ഒരു ലുക്ക് പോയേക്കാണ്. നല്ല രസമുള്ള ഒരു ഷെയ്ഡുമാണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു മോഫ് ടിൻറ്റിൻ്റെ ഒരു ലുക്കാണ്. ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ്. അപ്പം എനിക്ക് എൻ്റെ ഫേസിന് നല്ല ഭംഗിയായിട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് ഈ ഷെയ്ഡ്. യു വി ദ ജഡ്ജ്. അപ്പോൾ DNൻ്റെ പുതിയ കോഡിൽ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുവാണ്. 2499 റേഞ്ചിൽ 3 മീറ്റേഴ്സും പിന്നെ ഈ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിങ്ങും കൂടെ ആയിട്ടായിരിക്കും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അതിനകത്ത് നമുക്കിപ്പോൾ സൈഡ് സ്ലിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ചിട്ട്. സൈഡ് സ്ലിറ്റിൽ നമുക്കൊരു 3/4 സ്ലീവ് വേണമെങ്കിലും ചെയ്തെടുക്കാം. അതിപ്പോൾ കുറച്ച് ലോങ്ങർ ആയിട്ട് നമുക്ക് ആ ഒരു സ്ലീവിന് എൻഡ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. അതിനകത്തുള്ള ഓൾട്ടറേഷൻസ് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ടൈപ്പിന് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ചേഞ്ചസ് ഒക്കെ നമുക്ക് അതിനകത്ത് കൊണ്ടുവരാനും പറ്റും. ഇപ്പോൾ പോട്ട്ലി വേണ്ട, നമുക്ക് അവിടെ ജസ്റ്റ് ഒരു റൗണ്ട് നെക്കാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. സോ ദിസ് ഇസ് വൺ ഓഫ് ദി ഐഡിയാസ് വിച്ച് വി ക്യാൻ ഡു. എനിക്കിതിപ്പോൾ പോക്കറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒക്കെ ഒന്നെങ്കിൽ ഞാൻ ഫോൺ കൊണ്ട് കളയുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട്, അപ്പോൾ പോക്കറ്റ്സ് എനിക്ക് ഭയങ്കര കൺവീനിയൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ലിപ്സ്റ്റിക്സ് ആണെങ്കിലും ഫോൺസ് ആണെങ്കിലും ഒക്കെ നമുക്കിതിനകത്ത് പോക്കറ്റും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ക്യാരി ചെയ്യാനും പറ്റും. ആൻഡ് വിതൗട്ട് ബോട്ടം വെയർ ചെയ്യാം. ഇല്ല നമുക്കൊരു ആംഗിൾ ലെങ്തിൽ വരുന്ന എന്തെങ്കിലും ഒരു സ്മോൾ ബോട്ടം കൂടി അവിടെ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടി വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിഗരറ്റ് ബോട്ടം ലുക്ക് ആയിരിക്കും അതിന് നല്ലത്. ഇതേപോലെ തന്നെ പോട്ട്ലി ഡീറ്റെയിൽ അതിൻ്റെ ഹെമ്മിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും വിത്ത് എ സ്മോൾ സ്ലിറ്റ്. അപ്പോൾ DNൻ്റെ ന്യൂ കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. കോറ സിൽക്ക് സാരീസ്. കോറ സിൽക്കിൽ ഡിസൈനർ വീവിങ് പാറ്റേൺ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ. 2 ഡാർക്ക് ടോൺസിലാണ് വന്നേക്കുന്നത്. ബോട്ടിൽ ഗ്രീൻ ആൻഡ് മെറൂൺ. എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 2 കളേഴ്സാണ്. ഡാർക്കർ മെറൂണും ഡാർക്കർ ബോട്ടിൽ ഗ്രീനും. ഈ 2 കളേഴ്സിൽ വന്നേക്കുന്ന ഡിസൈനർ പാറ്റേൺ ആണ്. ഗോൾഡൻ ആൻഡ് ആൻറ്റിക് കളർ ജെറിയും അതുപോലെ തന്നെ ഒരു ബേജ് കളർ ജെറിയും കൂടെ വീവ് ചെയ്ത്, ബേജ് കളർ ത്രെഡും കൂടെ വീവ് ചെയ്ത് വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ. നമുക്ക് നോക്കാം ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഏതാ വന്നേക്കുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന പല്ലു ഡീറ്റെയിലിംഗ് ആൻഡ് ബ്ലൗസാണ് ഈ ഒരു സാരിയിൽ വരിക. കേട്ടോ, ഒരു മെറൂൺ ഷെയ്ഡ് ബോഡി വന്നിട്ട് ബ്രിക്ക് റെഡ് ഷെയ്ഡി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോർഡർ. ബ്രിക്ക് റെഡും ഒരു മസ്റ്റർഡും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. പ്യുവർ ആയിട്ടുള്ള ബ്രിക്ക് റെഡ് അല്ല. ആ ഒരു ഡബിൾ ടോൺ വരുന്ന മസ്റ്റർഡും മെറൂണും കൂടെ ഡബിൾ ടോൺ വരുമ്പോൾ ഒരു ബ്രിക്ക് റെഡ് കളർ ഉണ്ടല്ലോ, ആ ഒരു കളറിലാണ് പല്ലു ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. ആൻഡ് ഈ സെയിം കളറിൽ വരുന്ന ബ്ലൗസ് മെറ്റീരിയലുമാണ് പെയർ ചെയ്തേക്കുന്നത്. മസ്റ്റർഡിൻ്റെ കൂടെ ആ മെറൂൺ ഡബിൾ ഷെയ്ഡ് വരുമ്പം ആ വരുന്ന ഒരു കളറല്ലേ, ആ കളറാണ് ബ്ലൗസിൻ്റെയും പല്ലുവിൻ്റെയും കളർ വരുന്നത്. ഇനി ഇതിലോട്ട് വീവിങ് സ്റ്റൈൽ വന്നിരിക്കുന്നത് പല്ലുവൊക്കെ നല്ല ഭംഗിയായിട്ട് വരുന്ന പല്ലുവാണ് കേട്ടോ. ഇതിൻ്റെ വീവിങ് സ്റ്റൈൽ വരുന്നുണ്ട്. അതെ, ഇങ്ങനെ ഫുള്ളായിട്ട് വീവ് ചെയ്ത് വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ്. അതെ, എന്നിട്ട് വേണ്ട പ്രറ്റി ആയിട്ടുള്ളൊരു കളക്ഷനാണ്. ഇതിലെ ആ വീവിങ്ങും ഒരു സ്ക്വയർ ഷേപ്പ് അതിൻ്റെ ഉള്ളിലായിട്ട് കയറി വന്നേക്കുന്ന ഒരു പാറ്റേൺ ആണ്.
സ്ക്വയർ ഷേപ്പിൽ വന്നേക്കുന്നത്. ഇത് ഫസ്റ്റ് കളർ ഓപ്ഷൻ. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നതും ആ ഒരു മസ്റ്റർഡ് യെല്ലോ കളറിലാണ് കേട്ടോ. ഇത് ഫസ്റ്റ് കളർ ഓപ്ഷൻ. ഈ ബോട്ടിൽ ഗ്രീൻ്റെ കൂടെ ഏതാ കോമ്പിനേഷൻ വരുന്നതെന്ന് നമുക്ക് നോക്കാം. 4799 ആണ് പ്രൈസ് വരുന്നത്. പ്രോഡക്റ്റ് കോഡ് KTS 118 ആണ് കേട്ടോ. ഇത് B വേരിയൻ്റ് ആണ്. ഇനി അടുത്ത വേരിയൻറ്റ് നോക്കാം. ഇത് ബോട്ടിൽ ഗ്രീൻ ആൻഡ് ഞാനും തുറന്ന് നോക്കിയിട്ടില്ല. തുറന്ന് നോക്കുമ്പോഴാണ് ഏതാണ് കോമ്പിനേഷൻ എന്ന് മനസ്സിലാകുക കേട്ടോ. ബോട്ടിൽ ഗ്രീൻ ആൻഡ് ഒരു ഡാർക്ക് ഒലീവ് ഗ്രീൻ ടോണാണ് വന്നേക്കുന്നത്. ഇതാണ് ബോഡി ബ്ലൗസിൻ്റെ ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ഇതൊരു മസ്റ്റർഡ് യെല്ലോയും ഗ്രീനും കൂടെ വീവ് ചെയ്ത് വരുമ്പോൾ വരുന്ന കണ്ടോ, വാർപ്പും വെഫ്റ്റും വരുന്നത് മസ്റ്റർഡ് യെല്ലോയും ഗ്രീനുമാണ്. അപ്പം അങ്ങനെയാണ് ഒരു ഒലീവ് ഗ്രീനും മസ്റ്റർഡ് യെല്ലോയും കൂടെ മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ട് ആ ഒരു കളർ ടോണിലാണ് പല്ലു ഡീറ്റെയിലിംഗ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഓപ്പൺ ലുക്ക് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. 4799 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. എന്താ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ പാറ്റേൺ. ആൻഡ് ഇത് ഉടുക്കാനായിട്ടും വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് ഉടുത്തിരിക്കുന്ന സാരി എന്ന് പറയില്ല, അങ്ങനെയുള്ളൊരു കാറ്റഗറി വരുന്ന സാരിയാണ്. പ്ലീറ്റ് ചെയ്താണെങ്കിലും വൺ ആയിട്ടാണെങ്കിലും ഉടുക്കാനായിട്ട് നല്ല ഭംഗിയുള്ള സാരിയാണ്. ഇതിൻ്റെ ഡ്രേപ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. 4799 പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ചെക്ക് ചെയ്യുക www.aham.store. പഴയ ഗാർഡൻ സാരീസിനകത്തൊക്കെ പേസ്ലീസ് കണ്ടിട്ടില്ലേ, അതേ ലുക്കാണ് കേട്ടോ. എനിക്ക് ശരിക്കും ഇതേ പ്രിൻ്റൊക്കെ ഭയങ്കര സിമിലർ ആയിട്ടുള്ള ഒരു പ്രിൻ്റിലൊരു ദുപ്പട്ട ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഒരു സെറ്റിൻ്റെ അകത്തൊക്കെ ആക്കി എടുത്തത്. സോ ദിസ് ഈസ് എ വെരി പ്രിറ്റി ലുക്ക്. അത് ഭയങ്കര ട്രഡീഷണൽ ഫീല്, നമുക്ക് എനിക്കൊരു നൊസ്റ്റാൾജിയ ഫീലൊക്കെ വരുന്നുണ്ട് ഇത് കണ്ടിട്ട്. ആൻഡ് ഇറ്റ്സ് പ്യുവർ കോട്ടൺ. ഇത് പ്യുവർ കോട്ടൻ്റെ അകത്ത് നമുക്ക് നല്ല രസമുള്ളൊരു പേസ്ലി പ്രിൻറ്റും ബ്ലാക്ക് ഷെയ്ഡാണ്. അപ്പോൾ ബ്ലാക്ക് ഒരുപാട് ഒരു പ്രിഫർ ചെയ്യുന്ന കളർ കോമ്പിനേഷനുമാണിത്. ആൻഡ് വി ഹാവ് മൽ കോട്ടൺ ബേസിൽ വന്നിട്ടുള്ള ബോട്ടവും ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. 1499 റേഞ്ചിൽ വന്നിരിക്കുന്ന എവറി ഡേ വെയർ ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നല്ലൊരു വി നെക്കാണ്, കുറച്ച് വൈഡായിട്ട് വന്നിരിക്കുന്ന ഒരു വി നെക്ക് ലൈൻ. ആൻഡ് ഇതിൻ്റെ സ്ലീവ്സ് 3/4 അകത്തും നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ ആ ഒരു യോക്കിൻ്റെ ലെങ്ത് വരയ്ക്കും. ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള പാനൽ ഇല്ല, സൈഡ് പാറ്റേണിൽ 2 പാനൽ സിംഗിൾ പാനൽ ലുക്കിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് സെയിം ഈ ഒരു എംബ്രോയിഡറി ഹൈലൈറ്റ്, കാന്ത വിത്ത് സീക്വൻസ് എംബ്രോയിഡറി ഹൈലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബ്ലോക്ക് പ്രിൻറ്റഡ് ലുക്കാണ് കേട്ടോ. നമുക്ക് ആ ഒരു ബ്ലോക്സ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ കാണാനും ഒക്കെ പറ്റുന്നുണ്ട്. നമ്മളിത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ് എ ലിറ്റിൽ ബിറ്റ്. അത് കളേഴ്സുമായിട്ട് മിക്സ് ചെയ്ത് വാഷ് ചെയ്യേണ്ട. വൺ തിങ്, ഫസ്റ്റ് നമുക്ക് സിംഗിളായിട്ടൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്തെടുക്കാം. പിന്നെ ഡ്രൈ ക്ലീൻ ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഡ്രൈ ക്ലീൻ ചെയ്ത് ഫസ്റ്റ് ഫ്യൂ വാഷസ് ഡ്രൈ ക്ലീനിങ് ഇസ് ഓൾസോ സജസ്റ്റബിൾ. ആൻഡ് ഇത് വിതൗട്ട് ലൈനിങ് വന്നേക്കുന്നതാണ്. പിന്നെ കെയറിൻ്റെ കാര്യം പറഞ്ഞു തീർക്കട്ടെ, പെട്ടെന്ന് അതും കൂടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കെയർ ദെൻ വെൻ വി നമ്മളത് ഷെയ്ഡ് ഡ്രൈയിങ് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മളെപ്പോഴും ഏത് ക്ലോത്ത്സ് ആണെങ്കിലും ഷെയ്ഡ് ഡ്രൈയിങ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ. ആൻഡ് റിവേഴ്സ് സൈഡിലിട്ട് നമ്മൾക്കത് ഷെയ്ഡ് ഡ്രൈയിങ് ചെയ്ത് എടുക്കാം. ആൻഡ് ഇത് സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ വിതൗട്ട് ലൈനിങ് വന്നിരിക്കുന്ന കോട്ടൺ സെറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1499 ആണ്. ആൻഡ് OS 377 എന്ന കോഡിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. വെരി കംഫർട്ടബിൾ. ഒരു നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ ചെയ്യാം, എന്നാലും ഒരു കംഫർട്ട് ഫിറ്റിൽ വന്നിരിക്കുന്ന ഡ്രസ്സാണ് കേട്ടോ. ആ സ്റ്റൈൽ ഇറ്റ് സെൽഫ് ഇസ് എ ലിറ്റിൽ ബിറ്റ് ലൂസ്, ഒരു കംഫർട്ട് ഫിറ്റ്, ഇടാൻ ഭയങ്കര സുഖമാണ്. റീസെൻ്റ്ലി ഐ ഹവ് ഓൾസോ ഷിഫ്റ്റഡ് മൈ പ്രയോറിറ്റീസ് ടു കോട്ടൺസ്. നമ്മൾ എനിക്കിപ്പോൾ ഡെനിമിനെക്കാട്ടിലും പ്രിഫർ ചെയ്യുന്നത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സിംഗിൾ ടോപ്പായിട്ട് വന്നിരിക്കുന്നതാണെങ്കിലും വെരി കംഫർട്ടബിൾ, വെരി ഹാപ്പി. സോ ചെക്ക് ഇറ്റ് ഔട്ട് OS 377.